ഹലോ! നമ്മളിന്ന് വളരെ ഈസി ആയിട്ട് ഒരു കൂൺ തോരൻ തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം കൂണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിപ്പിക്കൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഇന്നലെ വൈകിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഞാനിങ്ങനെ പുറത്തുനിന്ന് മേടിച്ച് അങ്ങനെ കൂണൊന്നും തോരൻ വെച്ചിട്ടില്ല. നമ്മുടെ പറമ്പിലൊക്കെ കൂണുണ്ടാകുമല്ലോ, അങ്ങനെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ പാക്കറ്റ് കൂണ് മേടിച്ച് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കേണ്ടതുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് തട്ടിയിടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂണുണ്ട്. കൂണെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. മഞ്ഞളും ഉപ്പും ഉപയോഗിച്ചിട്ടാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞല്ലോ പുറത്തുനിന്ന് മേടിക്കുന്നത്. അതിനകത്ത് വിഷാംശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടങ്ങ് കഴുകിയെടുക്കുകയാണ്. വിഷമൊക്കെ തളിച്ചാണോ വരുന്നതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുമോ എന്നും എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകിയെടുക്കുകയാണ്. തേങ്ങയൊക്കെ ചിരകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടികല്ലിൽ വെച്ച് ഇതൊന്ന് ചതച്ചെടുക്കണം. നല്ലപോലെ അങ്ങ് അരച്ചെടുക്കുകയൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലൊന്നും ഇടാഞ്ഞത്. ഇടികല്ലിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി, കാന്താരി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് ചതച്ചെടുക്കുകയാണ്. കാന്താരിമുളകും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതിന് ശേഷം പിന്നെയാണ് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒരു കറിവേപ്പിലയൊക്കെ ഇട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നത്. കാന്താരി ചേർക്കുവാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കാന്താരി മുളകിൻ്റെ. പലരും ഇങ്ങനെ തേങ്ങ ചതച്ചെടുക്കാറൊന്നുമില്ല, ചിരകി അങ്ങ് ചേർക്കുകയുള്ളൂ. പക്ഷെ ഞങ്ങൾ പണ്ട് തൊട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. തേങ്ങ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. കൂണെല്ലാം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയത് കൊണ്ട് തന്നെ ഒരു ചെറിയ മഞ്ഞ നിറം കൂണിൽ ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള കൂടി വേണം. ഞാൻ സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ്. സവാളയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ലേശം കൂടിപ്പോയോ എന്നൊരു സംശയം തോന്നി. തോരനൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഇത്രയും കടുക് ഇടേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഇനി നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കടുക് ഇടരുത് കേട്ടോ. കുറച്ച് കടുക് ഇട്ടാൽ മതി. ഞാൻ ഓർക്കാതെ 1 ടീസ്പൂൺ കടുക് അങ്ങിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പേ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. സവാള ഒന്ന് ചൂടായി ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇടയ്ക്ക് അടപ്പൊന്ന് മാറ്റി ഇളക്കി കൊടുക്കുന്നുണ്ട്. കൂണിൽ ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ ചൂടായി കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി വെള്ളം മുഴുവൻ വറ്റി വരണം. ഇനി ഒന്ന് തുറന്ന് വെച്ച് വെള്ളമൊക്കെ ഒന്ന് തോർത്തിയെടുക്കണം. തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ പറമ്പിൽ നിന്നൊക്കെ പറിക്കുന്ന കൂണിനെക്കാട്ടി കുറച്ചുകൂടി വേവുണ്ട് ഇതിന്. നമ്മുടെ കൂൺതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.